എല്ലാം സെറ്റായോ? പിന്നെ കണ്ണാടി, വെള്ളരിക്ക, ചക്ക, തണ്ണിമത്തൻ, മുന്തിരി, പിന്നെ ഓറഞ്ച്. ഓറഞ്ച് ഒരു 2 കുറയിട്ടോ. അതെന്താ? എടാ എന്ത് മനുഷ്യനാടാ നീ? കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ തിന്ന. അതൊക്കെ പോട്ടെ, നീ ബാക്കി പറ. ബാക്കി പിന്നെന്താ? ഓറഞ്ച്, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, ആപ്പിള്. ആപ്പിൾ ഒരു 3 കുറയൂട്ടോ. എന്താ? അത് ഞാനെടുത്ത് തിന്ന്. എന്ത് മനുഷ്യനാ നീ? കണി വെക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ തിന്നാ? തെണ്ടികളെ, നിങ്ങളൊക്കെ പേടിച്ച് കാശ് കൊടുത്ത് സെക്യൂരിറ്റിനൊക്കെ ഉള്ള ഫ്രൂട്ട്സിന്റെ മുമ്പിൽ. നീ ബാക്കി പറ. ബാക്കി പറഞ്ഞ ബാക്കി എന്തെങ്കിലും വേണ്ടേ? നല്ല മാമ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതവിടെ മാമ്പഴം. അത് പിന്നെ ഞാനെടുത്ത് തിന്ന്. അയ്യോ, നിങ്ങൾക്ക് മാത്രം തന്നാ മതിയോ? ഇപ്പൊ എല്ലാരും സമാസമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനിയിപ്പോ എടാ അപ്പൊ തേങ്ങ വാങ്ങണ്ടേ? തേങ്ങയല്ല, നാളികേരം. എടാ എന്ത് തേങ്ങാക്കുലാണെങ്കിലും അത് വാങ്ങണ്ടേ? എടാ അതൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി. ഇനിയിപ്പോ കുറച്ച് ചില്ലറ പൈസ വേണം. അത് നമുക്ക് അപ്പൂപ്പിന്റെ കുടുക്ക പൊട്ടിക്കാം. എടാ അപ്പൂപ്പിന് ആകെ ഒരു കുടുക്കല്ലോ, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിഷമാവില്ലേ? ഒരു കുടുക്കല്ലേ, അത് പൊട്ടിക്കോ, കുഴപ്പമില്ലെന്ന്. അപ്പൂപ്പിന്റെ കുടുക്ക. അപ്പൊ അതൊക്കെ ഇനിയിപ്പൊ നമുക്ക് കണിക്കൊന്ന വേണം. എടാ നിന്നോട് ഞാൻ ദാസന്റെ വീട്ടിൽ പോയി കണിക്കൊന്ന മേടിക്കാൻ പറഞ്ഞ. കണിക്കൊന്ന വാങ്ങാൻ ഞാൻ രാവിലെ ഇറങ്ങിയതാ. അപ്പൊ എങ്ങനെ പറഞ്ഞു ഞാൻ പോയി കൊണ്ടുവരാന്ന്, എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്റെ അടുത്ത് രാവിലെ പറഞ്ഞു കണി അങ്ങനെ തറവാട്ടിൽ വെക്കാന്ന്. അപ്പൊ ഞാൻ ഈ അറേഞ്ച് ചെയ്തൊക്കെ എന്തിനാ? അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോണം. ചേടാ നീയല്ലേ പറഞ്ഞു എവിടെ ആള്? വരട്ടെ. എടാ ഇയാളെ കൊണ്ട് തോറ്റല്ലോ, എപ്പോ പോയാലും ഇതന്നെ അവസ്ഥ. എന്തോന്നത്? ദാരിദ്ര്യം. ഇതെന്താണ് വിഷുവിന്റെ തലേന്ന് തന്നെ വലിച്ചു വാരി കെട്ടി വന്നിരിക്കുന്നത്? അയ്യ, അപ്പൊ ഇതാണ് സിമ്പിൾ ഡ്രസ്. എനിക്കും ഇത് വയസ്സായില്ലടാ. ശരിയാ, നാളെ ഉണ്ടാവോന്ന് ആർക്കറിയാം. എവിടെ പോയി ഇത്ര നേരം? എടാ അതിന് മരത്തിൽ കയറി ഇത് പറക്കണ്ടേ? മരത്തിൽ കയറി പറിച്ചെന്നുള്ള ദാസം പറഞ്ഞു. അതിന് ദാസന്റെ വീട്ടിലായി പോയി. ഇടത്ത് നമ്മുടെ രമണിയില്ലേ, അവളുടെ കുളിമുറിയുടെ അടുത്തുള്ള ആ കൊന്നോടത്ത് മനസ്സിലായി. കണ്ടില്ലേ? മനസ്സിലായി. ഇത് കിട്ടിയിട്ട് വേണം ബാക്കി പരിപാടി നോക്കാൻ. അപ്പൂപ്പിന്റെ ഒരു കാര്യം. രാവിലെ മണ്ണി പോലെ ചിരിക്കുന്ന രമണി കുളിക്കയാ നദിര മക്കളെ